അപ്പൊ മക്കളെ, വരുമാന സ്രോതസ്സുകൾ, സോഴ്സസ് ഓഫ് ഇൻകം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐഷമസിന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ സ്വന്തം ഐഷമസ് ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. യെസ്, ഐഷമസ് ഇവിടെ ഉണ്ട്. ഇനി ഏതൊക്കെയാണ് മിസ്സിന്റെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയട്ടെ. മിസ് തള്ളിയെങ്കിലും ഒന്ന് ജീവിക്കട്ടെ മക്കളെ. യെസ്, അപ്പൊ മിസ് എന്ത് ചെയ്യുന്നുണ്ട്? മിസ് ഇവിടെ എഡ്യൂപോർട്ടിലെ ടീച്ചറാണ് അല്ലേ. അപ്പൊ മിസ്സിന് എംപ്ലോയ്മെന്റിലൂടെ എന്ത് കിട്ടുന്നുണ്ട്? ഇൻകം കിട്ടുന്നുണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തത് എംപ്ലോയ്മെന്റ്, തൊഴിൽ. ഓക്കെ, അപ്പൊ ഇതിലൂടെ മിസ്സിന് എന്ത് കിട്ടുന്നുണ്ട്? സാലറി കിട്ടുന്നുണ്ട്. അത് മിസ്സിന്റെ വരുമാന സ്രോതസ്സാണ്. രണ്ടാമത്തത് എന്ത് പറയാം? രണ്ടാമത് മിസ് എന്ത് ചെയ്യുന്നുണ്ട്? വീട്ടിൽ കൃഷി നടത്തുന്നുണ്ട്. അഗ്രികൾച്ചർ, കൃഷി, അഗ്രികൾച്ചർ, തക്കാളി കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് മിസ്സിന് എന്ത് കിട്ടുന്നുണ്ട്? വരുമാനം കിട്ടുന്നുണ്ട്. മൂന്നാമത്തെ സോഴ്സ് എന്ന് പറഞ്ഞാൽ കുറെ പൈസയൊക്കെ മിസ്സല്ല. അതുകൊണ്ട് മിസ് എന്ത് ചെയ്തു? അങ്ങ് ബുർജ് ഖലീഫ വാങ്ങിയിട്ട് അത് റെന്റിനായിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള അസറ്റ്, ആസ്തി, ആസ്തികളിൽ നിന്നും മിസ്സിന് എന്ത് കിട്ടുന്നുണ്ട്? വരുമാനം കിട്ടുന്നുണ്ട്. പിന്നെ അടുത്തത് കുറെ പൈസയുണ്ട്. മിസ് എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ പൈസയൊക്കെ ബാങ്കിൽ പോയിട്ട് നിക്ഷേപിക്കാൻ തുടങ്ങി. ബാങ്ക് ഇൻവെസ്റ്റ്മെന്റ്, ബാങ്ക് നിക്ഷേപണം, ഇതിൽ നിന്നും മിസ്സിന് എന്ത് കിട്ടുന്നുണ്ട്? വരുമാനം കിട്ടുന്നുണ്ട്. അതും ഇത് എന്താണ്? വരുമാന സ്രോതസ്സാണെന്ന് പറയാം. ഇനി അടുത്തത് മിസ് ഒരു കേക്ക് ബിസിനസ് കൂടെ തുടങ്ങി. ഒരു ബിസിനസ് വുമൺ ആയിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പൊ മിസ്സിന്റെ ബിസിനസ്സിൽ നിന്നും മിസ്സിന് എന്ത് കിട്ടുന്നുണ്ട്? ലാഭം കിട്ടുന്നുണ്ട്. മിസ്സിന്റെ വരുമാനം അല്ലേ. അപ്പൊ ഇത്രയാണ് സോഴ്സസ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്, വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഉറപ്പിക്കാൻ നമുക്ക് നാളത്തെ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇത് തന്നെയായിരിക്കും അല്ലെ. എന്ത് തള്ളാല്ലേ മിസ്സേ, എനിവേ പിടിച്ചോ ഈ ഒരു ക്വസ്റ്റ്യൻ.